ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് സമ്മർ സെൽഫ് കെയർ ടിപ്സാണ്. നമുക്ക് നമ്മുടെ സ്കിൻ ഈ നട്ടാപ്പര വെയിലത്ത് എങ്ങനെ നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ടിപ്സൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത്രയും എഫക്റ്റ് കിട്ടുന്ന സംഭവങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഗൈസ്, പ്ലീസ് ഗൈസ്. എന്താണ് ഗൈസ്? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ടാകും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. എന്നാലാണ് എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഏറ്റവും ലേറ്റ് ആക്കാണ്ട് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോഴുള്ള എൻ്റെ മെയിൻ പരിപാടി ഇതാണ് ഗൈസ്. വെറും വയറ്റിൽ കുടിക്കണം. അതുകൊണ്ട് വെറും വയറ്റിൽ കുടിക്കണോണ്ട് തന്നെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇതാണ് ചെയ്യാറ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മൂന്ന് കുമ്പളങ്ങ, അതന്നെ 3 കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. 3 കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ 3 ആഴ്ച കുമ്പളങ്ങ ജ്യൂസ് അടിക്കാനുള്ള കുമ്പളങ്ങയായി. അപ്പോൾ ഒരെണ്ണം ഞാൻ അമ്മേനെ കൊണ്ട് പറിച്ചിട്ട്, ഇത്രയും വലിയ കുമ്പളങ്ങയാണ്, അപ്പോൾ വലിയ കുമ്പളങ്ങയൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി മാത്രം മതി നമുക്ക്. അത് നല്ലോണം തൊലി കളഞ്ഞിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി അടിപൊളിയാണ്. ഇഞ്ചി രാവിലെ തന്നെ കുടിക്കുകയാണെങ്കിൽ, വെറും വയറ്റിൽ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുകയാണെങ്കിലും തന്നെ നല്ലോണം വെയിറ്റ് ലോസ് ഉണ്ടാവും, നല്ലോണം വണ്ണം കുറയും. വെയിറ്റ് ലോസ് അല്ല, ഈ ഫാറ്റില്ലേ, ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ നല്ലോണം കൊഴിയുന്നൊക്കെ നല്ലോണം പോകും. പിന്നെ അതേപോലെ ഈ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. നിങ്ങളൊന്ന് കുടിച്ചു നോക്കാട്ടെ. ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ, റിസൾട്ട് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതേപോലെ ജ്യൂസാക്കി സ്ട്രെയിൻ ചെയ്തിട്ട് കുടിക്കുക. ഞാനത് കുറച്ച് ഉപ്പും കൂടി ഇടും കേട്ടോ. ഉപ്പ് ഇട്ടില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ ഉപ്പ് ഇടും കേട്ടോ, എന്നിട്ട് കുടിക്കും. ആദ്യമൊക്കെ ഞാനിത് കുടിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുമ്പളങ്ങിയല്ലേ ഒരുമാതിരി ചൊവ്വയ്ക്കും എന്നൊക്കെ ഓർത്താണ് കുടിക്കാതിരുന്നത്. പക്ഷെ ഒന്നുമില്ല ഗൈസ്, ഒരു ചൊവ്വയൊന്നുമില്ല. സാധാരണ നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്ന സെറ്റപ്പാണ് ഇതിൽ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോഡി പോളിഷിംഗ് ടാൻ റിമൂവിങ് സ്ക്രബാണ്. ഇത് അടിപൊളിയാണ്, ഇത് കിഡിലാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഈ അടിപൊളി പറഞ്ഞ് ഞാൻ മടുക്കും. അതെന്ന് വെച്ചാൽ അത്രയും റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടത് കോഫി പൗഡർ വേണം, ഷുഗർ വേണം, അലോവേറ ജെല്ല് വേണം, കുറച്ച് നാരങ്ങ ജ്യൂസും വേണം, അതേപോലെ കുറച്ച് ഹണിയും കൂടി വേണം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വെച്ചേക്കരുത്. നമ്മൾ എപ്പോഴാണോ സ്ക്രബ് ചെയ്യുന്ന ആ ടൈമിൽ മാത്രം ഇത് ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അലിന്ന് പോകും. എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഒക്കെ ആണല്ലോ, അതുകൊണ്ട് അലിന്ന് പോയി കഴിഞ്ഞാൽ ആ സ്ക്രബിങ് എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നമ്മുടെ അണ്ടർആംസിലുണ്ടാകുന്ന കറുപ്പ്, പിന്നെ എൽബോസിലുണ്ടാകുന്ന കറുപ്പ്, പിന്നെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാകുന്നതും കാൽമുട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറ്റാൻ അടിപൊളിയാണ് ഇത് നമ്മൾ ഡെയിലി അല്ല, ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ ആ റിസൾട്ട് എപ്പോഴും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡെയിലി അല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും യൂസ് ചെയ്യണം. എന്ത് പാക്കാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട് നല്ലോണം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് നേരം ഇതേപോലെ സ്പീഡിലല്ല, പതിയെ മസാജ് ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ കാണുന്നത്. എന്നിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ കറുപ്പുള്ളത് അവിടെയൊക്കെ നല്ലോണം മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം എന്നിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാട്ടോ. എനിക്ക് ഏറ്റവും വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രബാണ് ഇത്. നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്രബാണിത്. ഇനി അടുത്തത് ഞാനിവിടെ ബോഡി പോളിഷിംഗ് ബോഡി പാക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ബേസിൻ പൗഡർ എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ കടലമാവ്. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ എടുത്തിട്ടുണ്ട്, ഒരുപാടൊന്നുമല്ല, ഒരു പിഞ്ച് ടർമറിക് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ കേട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി. ഈ പാലിൻ്റെയും കേടിൻ്റെയും കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ 2ഉം കൂടി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 കൂടി എടുക്കണമെന്നൊന്നുമില്ല, കേട് മാത്രമായിട്ടായാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പാല് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് കുറച്ച് ലൂസായിപ്പോയി. ഇത് കുറച്ച് കട്ടിയിലിരിക്കണേക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മൾ മേത്തിടുമ്പോൾ ഇങ്ങനെ വെറുതെ ഒഴുകി നടക്കും. അതുകൊണ്ട് കുറച്ച് ലൂസാവാണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിത് മുഖത്തിടുന്നില്ല, ഇത് ഞാൻ ബോഡിയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ കരിവാളിപ്പ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ മാറാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണിത്. നല്ലോണം കരിവാളിപ്പൊക്കെ മാറി നല്ല ഗ്ലോയിങ് ആവട്ടോ. ഈ കരിവാളിപ്പ് മാറാൻ ഇതിലും നല്ല പാക്ക് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല പാക്കാണ്. ഞാൻ ചെറുതിലേ മുതൽ യൂസ് ചെയ്ത് വരുന്ന കേട്ടോ. നമ്മൾ ഒട്ടുമിക്കവരും ചെറുതിലേ മുതൽ യൂസ് ചെയ്ത് വരുന്ന പാക്കായിരിക്കും ഇത്. എന്താണെന്ന് വെച്ചാൽ അത്രയും എഫക്റ്റീവും ആണ്, അതേപോലെ തന്നെ ഭയങ്കര എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒരു പാക്കും കൂടിയാണ്. അപ്പോൾ ഇത് ഞാനൊരു 1/2 മണിക്കൂർ നേരം വെച്ചിട്ട് നല്ലോണം
ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകിക്കളയും. ഇനി നമ്മളൊരു ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത്. അത് ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പുച്ഛിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്കാപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഓറഞ്ച് പീൽ പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് മറ്റേ സാധാ കോഫി പൗഡർ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്താൽ എനിക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. തേൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. തേൻ എടുത്തിട്ടുണ്ട്, പിന്നെ കേടും എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ ഫേസ് പാക്കിന് വേണ്ടത്. ഈ ഫേസ് പാക്ക് ഒന്ന് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ടാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പിനേഷനിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു എനിക്ക്. എന്താണെന്ന് വെച്ചാൽ കരിവാളിപ്പ് എന്ന് പറഞ്ഞ സംഭവം ആദ്യത്തെ യൂസിൽ തന്നെ മാറും. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ. അപ്പം ഞാനിത് മുഖത്തിടുന്നതിന് മുന്നേ നമ്മൾ വെറുതെ മുഖത്തും മേത്തൊക്കെ മാത്രം പുറമേ തേച്ച് മിനുക്കിയിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ഉള്ളിലേക്കും കൂടി എന്തെങ്കിലും കൊടുക്കണം. ഞാനപ്പോൾ വെള്ളമാണ് കുടിക്കുന്നത് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ നട്ടാപ്പര വെയിലത്ത് വെള്ളം കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും ചൂടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാം. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചു. ഇനി നമുക്ക് മുഖത്തിടാം. ആ മുഖത്തിടുന്നതിൻ്റെ ഇടയിൽ ഒരു ഈച്ചയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നൊക്കെ പോകുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് മുഖത്തിടാം. ഇത് മുഖത്തിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഈ പാക്ക് നല്ലോണം വെക്കുക. കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലോണം മുഖത്തെ കരിവാളിപ്പ് ഉണ്ടെങ്കിൽ അത് മാറും. പിന്നെ പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, അൺഈവൻ സ്കിൻ ടോൺ, ഡെഡ് സ്കിന്നൊക്കെ പോകും. പിന്നെ ഈ ചില ഭയങ്കരമായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഇല്ലേ, അത് ഈ പാക്ക് ഡെയിലി ഇടാം. ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം മാറ്റം വരും കേട്ടോ. എനിക്ക് ഒറ്റ യൂസ് തന്നെ നല്ല ഷോക്കിംഗ് റിസൾട്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തേക്കൊക്കെ നല്ലോണം നല്ല നിറം വെച്ചിരിപ്പുണ്ടായിരുന്നു. അടിപൊളിയാണ്. പിന്നെ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന, അതായത് ഓറഞ്ച് പീലിൻ്റെ ഫേസ് പാക്കൊക്കെ ഇടുകയാണെങ്കിൽ, ഓറഞ്ച് പൗഡർ ഉണ്ടല്ലോ അതിൻ്റെ ഫേസ് പാക്കൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വൈകുന്നേരം ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് വെയിലത്ത്, ഒന്നാമത്തെ ചൂട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് പകൽ ഇടാണ്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇടാൻ ശ്രമിക്കുക. ഞാനൊരു 3-3:30 ആയപ്പോഴാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് വീട്ടിലാണെങ്കിലും ശരി പുറത്തേക്കാണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഇടാം കേട്ടോ. ഇനി അടുത്തത് ഒരു സിൽക്കി ഹെയറിനുള്ള ഹെയർ മാസ്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളുടെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര പറന്ന് ഒട്ടും മാനേജബിൾ ആയിട്ടല്ല കിടക്കണമെങ്കിൽ ഈ മാസ്ക് എന്തായാലും ഭയങ്കര എഫക്റ്റീവായിരിക്കും. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള മാസ്കാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള മാസ്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പഴമില്ലേ, ഏത് പഴമാണെങ്കിലും എടുക്കുക, ഏത്തപ്പഴം എടുക്കേണ്ട, ബാക്കിയുള്ള ഏത് പഴം എടുക്കുക. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അത് നല്ലോണം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തൈരും പിന്നെ കുറച്ച് തേനും കൂടി ഇട്ടിട്ടാണ് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലിടാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. ആകെ 3 ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. വേണമെങ്കിൽ ഇതിൽ കുറച്ച് നമ്മൾ ഇടുന്ന ഏത് ഓയിലാണോ, ഹെയർ ഓയിൽ ഉണ്ടല്ലോ, ഏത് ഓയിലാണോ അത് ഇടാവുന്നതാണ് കേട്ടോ. അതും കൂടി ഇട്ടാൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതേ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഭയങ്കര റണ്ണി കൺസിസ്റ്റൻസി അല്ല, ഒരു ക്രീം കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെയർ സ്പാ ഒക്കെ ചെയ്യുന്ന അതേപോലെയൊക്കെ ഉണ്ടാവും നമുക്ക്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കരുത്. കൂടി വന്ന ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മാക്സിമം. ഇതിൽ കൂടുതൽ തലയിലിട്ട് വെച്ചേക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ സ്കാൽപ്പിലും സ്ട്രാൻഡ്സിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് സിൽക്കി ഹെയറിനുള്ള ഹെയർ മാസ്ക് ആയതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് സ്കാൽപ്പിൽ ഇടുന്നില്ല, എന്നാലും അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മുടിയിൽ, അതായത് സ്ട്രാൻഡ്സിലാണ് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം മുടി ഒതുങ്ങി കിടക്കണം, അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കാനാണല്ലോ നമ്മൾ ഒരു സ്പാ ചെയ്യുന്ന ഒരു എഫക്റ്റായിരിക്കും നമുക്കിത് ഇട്ട് കഴിയുമ്പോൾ. അതായത് ഇതൊക്കെ കഴുകി കഴിഞ്ഞ് കിട്ടാം നമുക്ക്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മളിത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കരുത്. എന്നിട്ട് ഷാമ്പും കണ്ടീഷണറും ഇട്ട് കഴുകിക്കളയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്ലോ ടോണറാണ് കേട്ടോ. ഇത് അടിപൊളിയാണ് ഗൈസ്. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ടോണർ വാങ്ങാനും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി.
നമ്മൾ വാങ്ങുന്ന ടോണറിനേക്കാൾ അടിപൊളി റിസൾട്ടാണ് ഇതിന്. അപ്പോൾ ഞാനിത് ആദ്യം എടുത്ത് വെച്ചിരുന്നത് കുക്കുംബർ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു കുക്കുംബർ വേണം. പിന്നെ വേണ്ടത് അരിയാണ്. ഞാനിവിടെ പച്ചരിയാണ് എടുത്തേക്കുന്നത്. പച്ചരി ഞാൻ നല്ലോണം വെള്ളത്തിൽ തലേന്നേ വെള്ളത്തിലിട്ട് ഫെർമെൻറ്റൈസ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഈ വെള്ളം മാത്രം എടുക്കണം. വെള്ളം മാത്രം നമുക്ക് മതി. ഇത് ഞാൻ കുക്കുംബർ ജ്യൂസ് അടിച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് ആ നീര് മാത്രമായിട്ട് എടുത്ത് വെച്ചേക്കണതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആ വെള്ളം ഉണ്ടല്ലോ, പച്ചരിയുടെ വെള്ളം, അതും കൂടി ഒഴിക്കുന്നുണ്ട്. ഇതൊരു കൊറിയൻ സ്കിൻ കെയർ ആണ് കേട്ടോ. നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാൻ അടിപൊളിയാണ്. ഇത് ഡെയിലി ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് പനിനീരും കൂടി ഇടുന്നുണ്ട്, റോസ് വാട്ടർ. പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഗ്ലിസറിനും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗ്ലോ ടോണർ. ഇത് നമുക്കൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചീത്തയായി പോവും. ഇത് ഒരാഴ്ച വരെ നിൽക്കും. പിന്നെ നമുക്ക് പിന്നെയും ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്കത് ഐസാക്കി യൂസ് ചെയ്യാം. ഐസാക്കി വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും എപ്പോഴും രാത്രിയൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടും കൂടിയാണ്. അപ്പോൾ ഐസ് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഞാനിത് എപ്പോഴും ചെയ്തു വരുന്നൊരു സംഭവമാണ്. ഗ്ലാസ് സ്കിൻ കിട്ടാൻ അടിപൊളിയായിട്ടുള്ളൊരു റൂട്ടിനാണ് കേട്ടോ ഇത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മിക്കവർക്കും അറിയാം. ഞാനിതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എസെൻസ് എന്ന് പറയുന്നത്. ഇത് സ്നെയിൽ മ്യൂസിനാണ്, കോസാർസിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. ഇതിന് മുന്നേ ഞാൻ ടോണർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ടോണറില്ലേ, അത് വീഡിയോ ഓൺ ആയില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എസെൻസ് ഇടുന്നത്. എസെൻസ് ഒരുപാടൊന്നും ഇടില്ല, ഒരു 2 പമ്പ് മാത്രമേ ഇടാറുള്ളൂ. എന്നിട്ട് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇടും. പിന്നെ സൺസ്ക്രീനും കൂടി ഇട്ട് തീർക്കും. ഇതിപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ രാത്രി ആവാറായല്ലോ. അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ ആയിട്ട് ഇത് കൂട്ടാം. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഒന്നും പിന്നെ ഇട്ടില്ല. ഇതിന് ശേഷം ഞാൻ ഒരു റെറ്റിനോൾ സിറം കൂടി ഇടുന്നുണ്ട്. ഇത് ഞാൻ ഡെയിലി ഇടൂല കേട്ടോ. ഇത് ഞാൻ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇടാറുള്ളൂ. ഇത് പിൽഗ്രിമിൻ്റെ റെറ്റിനോൾ സിറോ ആണ്. ഇത് നല്ല സിറോ ആണ് കേട്ടോ. റെറ്റിനോളിൽ അടിപൊളി സിറോ ആണ്. ഞാൻ യൂസ് ചെയ്ത റെറ്റിനോൾ സിറത്തിൽ നല്ലതാണ് കേട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഇത് ഞാൻ കുറേ നാളായി ഇത് എൻ്റെ കയ്യിലിരിക്കുന്നു. ഇത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഞാൻ ഇടാറുള്ളൂ. അതുകൊണ്ട് ഇതുവരെയായിട്ട് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനതിട്ടു. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി മോയ്സ്ചറൈസറാണിത്. ഇത് ഓയിൽ ഫ്രീ ആണ്. ഒരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് ക്രീമി ടെക്സ്ചറൊന്നുമല്ല. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ തീർന്നു. ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അടിപൊളി മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നിനൊക്കെ പറ്റിയ മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ മോയ്സ്ചറൈസറാണ്. അതിൻ്റെ ആത്മാവ് വരെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫേസ് പാക്ക് ഒന്നും ഇടാൻ പറ്റുന്നില്ല എന്ന് സമയമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഗ്ലാസ് സ്കിൻ കിട്ടാൻ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ. എൻ്റെ മുഖം തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, നല്ല ഹൈഡ്രേറ്റ് ആയിട്ട്, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട്, നല്ല ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ ടിപ്സും ട്രിക്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.